ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെള്ളരിക്കയും തൈരും കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കി നോക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് വേവിക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളരിക്കയുടെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മീഡിയം സൈസുള്ള നാളികേരത്തിൻ്റെ ഒരു പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ നല്ല ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളരിക്ക വെന്തോ നോക്കാം. വെള്ളരിക്ക ഇവിടെ വേവാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അതങ്ങ് വെന്ത് ഉടഞ്ഞു പോകുമെന്ന് വേണ്ട. വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരപ്പ് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് സമയം ഇളക്കി കൊടുത്തുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫാക്കിയിടാം. ഇനി തീ ഒരു കൂട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അത്യാവശ്യം പുളിയുള്ള 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയുടെ ആ ചൂടൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ഒരു തിളച്ചിരിക്കുന്ന ചൂട് നന്നായിട്ടൊന്ന് കുറഞ്ഞ് കിട്ടണം കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ആ തൈര് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. സ്റ്റവ് ഓൺ ചെയ്യരുത് കേട്ടോ. ഇനി താളിച്ചും കൂടി ചേർക്കാം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പം 2-3 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും 2 വറ്റൽമുളകും കൂടി ചേർത്ത് മൂത്ത് വരുമ്പം തീ ഓഫാക്കി കളറിനായി ഒരു നുള്ള് കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിൽ പിടിക്കും. ആ കറി നല്ല തിക്കായിട്ട് വരികയും ചെയ്യും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.